ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന നാളത്തെയും അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ മുഴുവൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ധർമ്മൻ്റെ കടയുടെ ഉദ്ഘാടനമായിട്ട് വരുന്നത് രാവിലെ തന്നെ അച്യുതൻ എല്ലാവരെയും വിളിക്കുകയാണ്. അതെ, രാവിലെ തന്നെ എല്ലാവർക്കും അമ്പലത്തിൽ പോകണം, അമ്പലത്തിൽ പോയിട്ട് 10 മണിയാകുമ്പോഴേക്കും ഉദ്ഘാടനം നടക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോമതി ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരും കൂടി എവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ, അമ്പലത്തിലേക്കായിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് അവർ നേരെ പോണത് നമ്മുടെ ധർമ്മൻ്റെ കടയിലേക്കാട്ടോ. ആ സമയത്ത് അവിടെ അപ്പോഴേക്കും നമ്മുടെ ബാലനും ആനന്ദും രാമേട്ടനും കൂടി കടയൊക്കെ തുറന്ന് അവിടെ കടയിലെ കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ 2-3 പേര് പറയുന്നുണ്ട്, അതെ ഇന്ന് അവിടുത്തെ കടയുടെ ഉദ്ഘാടനമാണ്, വലിയ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെയാണ് പറയണത്. ഓ, വലിയ കടയാണ് കേട്ടോ ബാലേട്ടാ, ഇനി ആ കട കാരണം നിങ്ങളുടെ കച്ചവടം പോകുമോ എന്നൊക്കെ നാട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഈ ഗോമതി സ്റ്റോഴ്സ് ഇവിടെ തുറന്ന സമയത്ത് ഇവിടെ 5-6 കടകൾ വേറെ ഉണ്ടായിരുന്നു. ഗോമതി സ്റ്റോഴ്സിന്റെ കച്ചവടം ഇതുവരെ പോയിട്ടില്ല. ഗോമതി സ്റ്റോഴ്സിന്റെ ഗുണമേന്മ എന്ന് പറയുന്നത് നല്ല മിതമായ വിലക്ക് സാധനങ്ങൾ കൊടുക്കുക, അത് ഗുണമേന്മയുള്ള സാധനങ്ങൾ, എക്സ്പയറി ഡേറ്റ് കഴിയുന്ന സാധനങ്ങൾ ഒന്നും ഇവിടെ വെക്കില്ല. മല്ലിപ്പൊടിയിലെങ്ങാനും ചെറിയൊരു കറുത്ത ഒരു പൊടി കിടക്കണ കണ്ടാൽ മതി, പിന്നെ അത് വിൽക്കില്ല. അപ്പം അതുകൊണ്ട് അത് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പേടിയുമില്ല എന്ന് ബാലൻ പറയുന്നുണ്ട്. എന്നാലും ആ കടയുടെ ഉദ്ഘാടനമല്ലേ, ഉദ്ഘാടന സമയത്ത് ഒന്ന് പോയി നോക്കാമെന്ന് ബാലനും ആനന്ദും രാമേട്ടനൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ സമയം ഏകദേശം ഒരു 10 മണിയാവാനായി. നമ്മുടെ എല്ലാവരും കൂടി ചേർന്നിട്ട് ധർമ്മനെയും കൂട്ടിക്കൊണ്ട് ആ കടയിലേക്ക് വരുവാണ്. ആ കട കാണുമ്പോഴേക്കും ധർമ്മൻ ചോദിക്കണ്ടല്ല, നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇതാടാ നിന്റെ കട എന്ന് പറയണേ. ഇത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ തൊട്ടടുത്തുള്ള മറ്റേ പുള്ളിക്കാരൻ്റെ കടയല്ലേ ഇത്? ആ അതെ, ഇതാണ് ഇനി നിന്റെ കട. ഇത് ശരിയാവുന്നില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഏട്ടന്മാരൊരു കട നോക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിലെന്തോ ഉടായ്പുണ്ടെന്ന്. എനിക്ക് ഈ കട വേണ്ട, ഇത് ശരിയാവില്ല എന്ന് പറയുമ്പോഴേക്കും അച്യുതൻ പറയട്ടെ, എന്തുകൊണ്ട് ശരിയാവില്ല? നിനക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കട തുടങ്ങിയത്. നാട്ടുകാരൊക്കെ വന്ന് പുറകെ നിൽക്കേണ്ടത്, നീ ഞങ്ങളുടെ നാണം കെടുത്തല്ലേ സുകന്യ, കാര്യങ്ങളൊക്കെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയാണ്. അങ്ങനെ സുകന്യ ധർമ്മനെ മാറ്റി നിർത്തുന്നുണ്ട്. ധർമ്മേട്ടാ, നിങ്ങളൊരു പൊട്ടനാണോ? നോക്കി, ഇതുപോലത്തെ ഒരു കടയിൽ വരുമാനം എത്രയായിരിക്കും? നമുക്ക് ജീവിക്കാൻ ഇത് മാത്രം മതി. ധർമ്മേട്ടാ, വെറുതെ പൊട്ടത്തരം കാണിക്കല്ലേ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്നൊക്കെ പറയാണ്. സുകന്യ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിവിടെ നിൽക്കാൻ ഒരു താല്പര്യവുമില്ല, ഇവിടെ നിൽക്കാൻ എനിക്ക് സമ്മതമല്ല എന്ന് പറയാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു കട വേണ്ട, ഇങ്ങനത്തെ ഒരു കച്ചവടവും എനിക്ക് വേണ്ട. ഇത് കേൾക്കുന്ന നമ്മുടെ ഇന്ദിര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോനെ ധർമ്മ, നിന്റെ ചേട്ടന്മാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു കടയാണ്. അമ്മക്ക് തോന്നുന്നുണ്ടോ ഇത് എൻ്റെ നല്ലതിന് വേണ്ടി ചെയ്യണതാണെന്ന്? ഒരിക്കലും ഇല്ലമ്മേ, ഇത് അളിയനെയും ചേച്ചിക്കും പണി കൊടുക്കാൻ വേണ്ടി അച്യുതേട്ടൻ മനഃപൂർവ്വം ചെയ്യണതാണ്. എന്നാലും അനന്തേട്ടൻ ഇതിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം അനന്തൻ പറയണ്ട, മോനെ, ഒരു കട തുടങ്ങുമ്പോൾ അത് ഇന്നാളുടെ കടയുടെ അടുത്താണെന്നോ ഇപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്താണെന്നോ ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കടയാണ്, അതിനടുത്ത് ചിലപ്പോൾ പല കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും നീ നോക്കണ്ട എന്ന് പറയാണ്. ശേഷം കടയുടെ ഫ്രണ്ടിൽ വലിയൊരു ഫ്ലെക്സ് വെക്കാണ് നമ്മുടെ അച്യുതൻ. ഈ കടയിൽ ഇന്ന് ഒരാഴ്ചത്തേക്ക് നല്ല രീതിയിൽ തന്നെ വില കുറവുണ്ട്. എന്ത് സാധനം എടുത്താലും ഇന്നൊരു ഇത്രയും രൂപയുടെ സാധനം എടുത്താൽ ഒരു സാധനം ഫ്രീ, അതുപോലെ ഇത്രയും രൂപ ഡിസ്കൗണ്ട്, അങ്ങനെ പല പല ഓഫറുകളും കൊടുക്കുകയാണ് നമ്മുടെ അച്യുതൻ. അപ്പോൾ ഇത് കാണുമ്പോൾ ധർമ്മം പറഞ്ഞിട്ട്, ഇതെന്തിനാ ഇത്ര ഓഫറൊക്കെ കൊടുക്കണത്? എടാ, എന്നാലേ ആൾക്കാരൊക്കെ വരുള്ളൂ. ആദ്യമേ നമ്മൾ കുറച്ച് കച്ചവടത്തിലേക്ക് ലാഭമൊന്നും നോക്കണ്ട, കുറച്ച് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ പിടിക്കണ്ടേ, കസ്റ്റമേഴ്സിനെ പിടിക്കണ്ടേ, അതിനെ വേണ്ടിയിട്ടാണ്. വരുന്ന എല്ലാവർക്കും ലഡു കൊടുക്കണം എന്നൊക്കെ നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലനും രാമേട്ടനും നമ്മുടെ ആനന്ദും കൂടി അവിടേക്ക് വരുന്നത്. അവർ ഞെട്ടിപ്പോവാണ്. നോക്കുമ്പോൾ ധർമ്മൻ്റെ കട, ഇന്ദിര സ്റ്റോഴ്സ്. ധർമ്മൻ മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ധർമ്മനെ ബാലനൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമാവുന്നുണ്ട് കേട്ടോ. ആനന്ദൊക്കെ ആകെ ഷോക്കായി പോകണം. മാമൻ്റെ കട, മാമനൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ബാലന് സന്തോഷമാവാണ്. കാരണം ധർമ്മൻ ഒരു കട തുടങ്ങട്ടെ, ധർമ്മം നന്നാവട്ടെ എന്ന് ബാലനും വിചാരിക്കുന്നുള്ളൂ. ബാലൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടുന്ന് പോവാണ്. അപ്പോൾ രാമേട്ടൻ പറഞ്ഞിട്ട്, എന്നാലും ധർമ്മ, നീയാണ് ഈ കട വാങ്ങിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ, നീ ഒരു ഇതുപോലെ സൂചന പോലും ഞങ്ങൾക്ക് തന്നില്ല. അപ്പോൾ ധർമ്മം പറഞ്ഞു, അയ്യോ രാമേട്ട, സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് വേണ്ടി ഒരു കട തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇതാണ് കടയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. അതിൻ്റെ പേര് ഞാൻ അച്യുതമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ടും ഇവർ ഇത്തിരി ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് നമ്മുടെ ധർമ്മം പറയുമ്പോൾ ആനന്ദ് പണ്ട് പോട്ടെ മാമ, എന്തായാലും ധർമ്മ മാമ നന്നായി വന്നാൽ മാത്രമേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങൾക്കൊരു കുശുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല.
എന്തായാലും കച്ചവടം നടക്കട്ടെ, ആദ്യ ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദും രാമേട്ടനൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നോക്കുമ്പോൾ അവിടെ ആൾക്കാരേ വരുന്നുണ്ട്. നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ ആളേ ഇല്ല കേട്ടോ, എല്ലാവരും ഇന്ദിരാ സ്റ്റോഴ്സിലാണ്. രാമേട്ടൻ പറയണ്ടടാ, ഇന്ന് നമുക്ക് കച്ചവടമൊന്നും ഇല്ലടാ, ആകെ രാവിലെ മുതൽ ഉച്ച വരെയായിട്ട് ആകെ 2 പേരേ വന്നിട്ടുള്ളൂ. അപ്പൊ ആനന്ദ് പറയണ്ട, അത് വേറൊന്നുമല്ല രാമേട്ട, അപ്പുറത്ത് ഇങ്ങനെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് എന്ന് പറയണം. ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഗോമതി സ്റ്റോഴ്സിൽ ഭയങ്കര നഷ്ടമായി പോകോലടാ മോനെ എന്നൊക്കെ പറയുമ്പോൾ ബാലൻ പറയണ്ട, എൻ്റെ ധർമ്മേട്ട, ഇന്നത്തെയോ നാളത്തെയോ ഒന്നും കച്ചവടം നോക്കണ്ട, നമുക്ക് കിട്ടേണ്ട കച്ചവടം നമുക്ക് കിട്ടും, അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. ധർമ്മനാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. വരുന്ന ആൾക്കാർക്കൊക്കെ കൈ നിറയെ സമ്മാനങ്ങളാണ് അച്യുതൻ കൊടുക്കുന്നത്, അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ധർമ്മനും തിരിച്ച് വീട്ടിലെത്തിയ ബാലനും ആനന്ദൊക്കെ ഈ കാര്യം വീട്ടിലെല്ലായിടത്തും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മീനാക്ഷി ഇത് കേട്ട് മീനാക്ഷി ചോദിക്കണേ, അവിടെ കട തുടങ്ങിയോ? ആ കടക്ക് വേണ്ടിയിട്ട് കുറെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ അച്യുത വർമ്മ ഇടയ്ക്കിടയ്ക്ക് വില്ലേജ് ഓഫീസിൽ വന്ന് കയറുമായിരുന്നു, അത് ശരിയാവാൻ ഒരു ചാൻസും ഇല്ല അച്ഛാ. ആ കട കേസിൽ കിടക്കുന്ന കടയാണ്, ഞാനല്ലേ ആ കടയിൽ ഇത് വെച്ചത്, ആ കട തുറക്കാൻ പാടില്ല, അത് കേസിൽ കിടക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ആനന്ദ് വേണ്ടാണോ മീനാക്ഷി, അങ്ങനെയാണെങ്കിൽ ആ കട തുറന്നതിന്റെ പേരിൽ നമുക്ക് ആ കട അടയ്ക്കാൻ പറ്റുമോ? ഇത് കേൾക്കുന്ന ബാലൻ പണ്ട് വേണ്ട, ഒന്നിലും ഇടപെടണ്ട, അതിപ്പോൾ നമ്മുടെ ധർമ്മം നടത്തുന്ന കടയാണ്, ധർമ്മനം നല്ലതാവണതൊക്കെ ധർമ്മം ചെയ്തോട്ടെ, നമ്മൾ അതിൽ ഇടപെടണ്ട എന്ന് പറയുമ്പോൾ മീനാക്ഷി വേണ്ട, അങ്ങനെയല്ല അച്ഛാ, അത് കേസിൽ കിടക്കുന്ന സ്ഥലമാണ്, സർക്കാരിൻ്റെ സ്ഥലമാണ്, അതുകൊണ്ടിട്ടാണ് അയാൾ ആ സ്ഥലം എങ്ങനെയെങ്കിലൊക്കെ വിലക്ക് നിസാര വിലക്ക് ആ സ്ഥലം വിറ്റ് കളഞ്ഞത്, അയാളൊരു ലോക ഫ്രോഡാണ്, ഇതൊക്കെ അച്യുതൻ എന്ന് പറഞ്ഞ ആൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നിട്ടാണ് അത് ധർമ്മമാമൻ്റെ തലയിൽ കെട്ടിവെച്ചത്. ഇനിയിപ്പോൾ അവിടെ കേസ് നടന്നാൽ തന്നെ ധർമ്മമാമനായിരിക്കും കുറ്റവും കാര്യങ്ങളൊക്കെ, കാരണം ധർമ്മമാമൻ്റെ പേരിലാണല്ലോ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്, കട നിർമ്മിച്ചിരിക്കുന്നതും ഉദ്ഘാടനം ചെയ്തതും എല്ലാം, കടയുടെ ലൈസൻസും എല്ലാം ധർമ്മന്റെ പേരിലാണ്, അതുകൊണ്ട് മാമനായിരിക്കും ഇനി കുടുങ്ങാൻ പോണത് എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. എന്തായാലും ഞാനിതിൽ ഇടപെട്ടില്ലെങ്കിലും നാളെ നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇതിൽ ഇടപെടും, അപ്പൊ അതിൽ പ്രശ്നങ്ങളൊക്കെ ആകും എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. എന്തായാലും ധർമ്മന്റെ ആ ഒരു കടയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ, കാരണം ആ സ്ഥലം കേസിൽ കിടക്കുന്ന സ്ഥലമാണ്, അവിടെയാണ് ആ കടയാണ് ശരിക്കും പറഞ്ഞാൽ അതും അച്യുതൻ മേടിച്ച് ധർമ്മന കൊടുത്തേക്കണം, നിസ്സാര വിലക്കാണ് ആ കട കിട്ടിയത്, അതാണ് ധർമ്മന കൊടുത്തിരിക്കുന്നത്. ധർമ്മനാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി, കേസായാലും എന്തായാലും ഒരു കുഴപ്പമില്ല, തനിക്ക് ആ കട വിട്ടൊന്ന് പോയാൽ മാത്രം മതി എന്ന് ധർമ്മനുള്ളൂ. എന്തായാലും ആ കട അധികം നാൾ അവിടെ ഉണ്ടാവില്ല, അഥവാ ഉണ്ടായാലും ഗോമതി സ്റ്റോഴ്സിന്റെ കച്ചവടം പോവാനൊന്നും പോകുന്നില്ല, കാരണം ധർമ്മൻ ഇപ്പൊ കുറച്ച് ലാഭത്തിലൊക്കെ ആ കടയിലെ സംഭവങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും നാളെ മറ്റന്നാളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ബാലന്റെ കടയുടെ ഗുണവും മേന്മയും എന്തൊക്കെയാണെന്ന്, അതുകൊണ്ട് ആൾക്കാർ തീർച്ചയായിട്ടും ഗോമതി സ്റ്റോഴ്സിലേക്ക് തന്നെ തിരിച്ചു വരും. ധർമ്മന്റെ കടയിൽ എത്രയൊക്കെ ലാഭം ഉണ്ടെന്ന്, എത്രയൊക്കെ ഡിസ്കൗണ്ട് കൊടുത്താലും, എത്രയൊക്കെ സമ്മാനങ്ങൾ കൈ നിറയെ കൊടുക്കണം എന്ന് പറഞ്ഞാലും ആൾക്കാരുടെ മനസ്സിൽ ബാലൻ കൊടുക്കുന്ന സാധനങ്ങൾക്ക് ഒരു സംഭവമുണ്ട്, അത് അവിടെ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും നമുക്ക് ശരീരത്തിന് മോശമാവില്ല, എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ബാലൻ വിൽക്കത്തുള്ളൂ, നീതിയല്ലാത്ത കാര്യങ്ങളൊന്നും ബാലൻ ചെയ്യില്ല. പക്ഷെ ധർമ്മന്റെ കടയിൽ അങ്ങനെയല്ല, അച്യുതൻ വെറുതെ വില കുറച്ച് കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾ ഒരു ഗുണമേന്മയില്ലാത്തതും എക്സ്പയറി ഡേറ്റ് ആവാനായ സാധനങ്ങളൊക്കെയാണ് വിൽക്കണം കേട്ടോ, അതിന്റെ പേരിൽ ആ കട പൂട്ടി പോകാനേ ചാൻസ് ഉള്ളൂ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.